ഇവര് തകർത്ത സ്ഥലത്ത് നിന്നും UDF കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി നമ്മുടെ കേരളത്തെ നമ്മൾ മാറ്റും. മോഡിഫിക്കേഷൻ നടത്തട്ടെ. ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ലേ, അവരത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നതല്ലേ. അത് കൊണ്ടു നടക്കട്ടെ, അതിനെന്താ തെറ്റ്? ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഞാൻ രാഷ്ട്രീയ വനവാസത്തിലും അതെൻ്റെ തീരുമാനമാണ്. ഞാൻ ചെയ്യും, അത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ചെയ്യുമെന്ന്. എൻ്റെ വാക്ക് എല്ലാവരുടെ വാക്ക് പോലെ അല്ലല്ലോ. വാക്ക് പറഞ്ഞാൽ വാക്കാണ്. പക്ഷേ എനിക്ക് ആത്മവിശ്വാസമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിള്ളേർ മോഡിഫൈ ചെയ്യട്ടെ, UDF അധികാരത്തിലെത്തിയാൽ അതിന് അനുമതി നൽകും. സതീശൻ്റെ ഈ മാസ് ഡയലോഗ് ഇപ്പോൾ സൂപ്പർ ഹിറ്റായി മാറി. അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് അതൊരു തെറ്റല്ല. അപകടകരമായ രീതിയിൽ വെക്കുമ്പോൾ മാത്രമാണ് അതൊരു തെറ്റാണ്. അപകടകരമായ രീതിയിൽ വെക്കാൻ സമ്മതിക്കില്ല. അല്ലാതെ നടത്തുന്ന മോഡിഫിക്കേഷൻ നടത്തട്ടെ. ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ലേ, അവരത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നതല്ലേ. അത് കൊണ്ടു നടക്കട്ടെ, അതിനെന്താ തെറ്റ്? അപകടം വരുത്തി വെക്കുന്ന രീതിയിൽ മാത്രമേ സമ്മതിക്കാതിരിക്കുള്ളൂ. ബാക്കിയൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. അവര് ഭയങ്കര അവരെ ഭാഗത്തു നിന്നുള്ള നല്ല സപ്പോർട്ട് ആ പ്രളയ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും വണ്ടിയായിട്ട് എല്ലായിടത്തും വന്നു. പിന്നീട് അവര് പുറകെ നടന്ന് ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് അത് മാറി. അതുകൊണ്ടാണ് UDF അത് ഗൗരവമായി ആലോചിച്ച് അപകടമില്ലാത്ത തരത്തിലുള്ള എല്ലാ മോഡിഫിക്കേഷനും സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്നതിന് കടുത്ത നിയന്ത്രണങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. ഏതെങ്കിലും ഒരു വാഹനത്തിൽ ഒരു ചെറിയ സാധനം പിടിപ്പിച്ചാൽ അവനെ വഴിയിലെടുത്തിട്ട് ഉരുട്ടുകയാണ് MVD. എന്നാൽ വാഹനങ്ങൾ ചെറുതായൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു തലമുറ ഇവിടെയുണ്ട്. ഭൂരിഭാഗവും യുവാക്കൾ. ഒരു പ്രതികരണം, ആ പ്രതികരണം ഒരു റീലായി ഇൻസ്റ്റാഗ്രാമിലിട്ടു VD സതീശൻ. ആ റീല് ഇപ്പോൾ കണ്ടു കഴിഞ്ഞത് ഏകദേശം 56 ലക്ഷം പേർ. ഇതിൽ പരം എന്ത് ഹിറ്റുണ്ടാക്കാനാണ് ഒരു രാഷ്ട്രീയ നേതാവ്? വാഹനങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും ഇവിടുത്തെ കനത്ത നിയമങ്ങൾ കാരണം അതിന് കഴിയാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് മുന്നിലാണ് സതീശൻ്റെ ഈ മാസ് ഡയലോഗ്. സതീശൻ അങ്ങനെയാണ്. എടുക്കുന്ന തീരുമാനങ്ങൾ കരുത്തുറ്റത്, അതിൽ നിന്ന് അണുവിട മാറില്ല. അത് നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ്. കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിൻ്റെ അടയാളമായി ഇപ്പോൾ കാണുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മട്ടും മാതിരിയുമൊക്കെ ആകെ കലിപ്പുണ്ടാക്കും. 40 അകമ്പടി വാഹനങ്ങൾ, കമാൻഡോകൾ, പിന്നെ അങ്ങനെ എന്തെല്ലാം കസർത്ത്. എന്നാൽ ഇപ്പോൾ പിണറായി വിജയൻ എന്ന രാജാവ് നിലത്തിറങ്ങിയെന്നാണ് UDFകാർ പറയുന്നത്. 40 അകമ്പടി വാഹനങ്ങൾ വേണ്ട, കമാൻഡോകൾ വേണ്ട, വോട്ട് തെണ്ടാൻ ഇറങ്ങി നടക്കുന്ന പിണറായിയെ കാണാമത്രേ. പിള്ളേർ മോഡിഫൈ ചെയ്യട്ടെ എന്ന തംബ്നെയിലും ക്യാപ്ഷനിലുമാണ് VD സതീശൻ തൻ്റെ റീൽ ഇൻസ്റ്റാഗ്രാമിലിട്ടത്. ഒരു ചോദ്യത്തിന് മറുപടിയായി VD സതീശൻ മോഡിഫിക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നതാണ് വീഡിയോ ഉള്ളടക്കം. വാഹനങ്ങളിൽ അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ നടത്തുന്നത് തെറ്റല്ല എന്നും UDF അധികാരത്തിലെത്തിയാൽ ഇതിന് അനുമതി നൽകുമെന്നും അദ്ദേഹം പറയുന്നു. പ്രകടന പത്രികയിൽ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷനുകൾ തെറ്റല്ല. അപകടകരമായ രീതിയിൽ വെക്കുമ്പോൾ മാത്രമാണത് തെറ്റാകുന്നത്. അത് സമ്മതിക്കില്ല. ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹമല്ലേ, അവരത് ഭംഗിയായി കൊണ്ടു നടക്കുന്നതല്ലേ. അങ്ങനെ അങ്ങ് കൊണ്ടു നടക്കട്ടെ, അതിലെന്താ തെറ്റ്? ഇതല്ലേ മാസ് ഡയലോഗ്. VD സതീശന്റെ നിലപാട് തന്നെയാണ് പലപ്പോഴും അദ്ദേഹത്തിന് ശ്രദ്ധ നേടിക്കൊടുക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുമൊക്കെ മാസ് വിജയമാണ് VD സതീശന്റെ നേതൃത്വത്തിൽ UDF നേടിയെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്ഭുതം ആവർത്തിക്കുമെന്ന് സതീശൻ ഉറപ്പിക്കുന്നു. 100 സീറ്റ്, അതാണ് സതീശന്റെ വാഗ്ദാനം. 2016-ലും 2021-ലുമൊക്കെ UDF ബഹുദൂരം പിന്തള്ളപ്പെട്ടു. പിന്നീട് 2021-ൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റെടുക്കുമ്പോൾ VD സതീശൻ അന്ന് പ്രഖ്യാപിച്ചു 2026-ലെ തെരഞ്ഞെടുപ്പിൽ UDFനെത്താൻ അധികാരത്തിലെത്തിച്ചിരിക്കും. കഴിവും പ്രാഗൽഭ്യവും അനുഭവ സമ്പത്തും ഏറെയുണ്ടായിരുന്ന VD സതീശൻ പല കാരണങ്ങളാൽ പലപ്പോഴും തഴയപ്പെട്ടു. എല്ലാറ്റിനുമൊടുവിൽ 2011-16 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തി. കാലങ്ങളായി അധികാര ശ്രേണിയിൽ എത്തപ്പെടുന്നവർക്ക് അതിനുവേണ്ട സാഹചര്യമൊരുക്കാൻ വലിയ നേതാക്കളുടെ നീണ്ട ക്യൂ ഉണ്ട്. എന്നാൽ 2011-16 കാലഘട്ടത്തിൽ സതീശൻ ഒരൊറ്റയാനായിരുന്നു. പിന്നീട് ഹരിത MLA-മാർ എന്നൊരു ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് സതീശൻ ഉജ്ജ്വലമായി അന്ന് UDF സർക്കാരിനെ പോലും വിറപ്പിച്ചു. പല പ്രധാന പദവികളും കപ്പിനും ചുണ്ടിനുമിടയിൽ തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് സതീശൻ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ വേദനയിൽ നിന്നാണ് അദ്ദേഹത്തിലെ നേതൃത്വം ഉയർന്നു വന്നത്. പിന്നീട് നിലപാടുകളുടെ രാജകുമാരനായി. ഇവർ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി. ഇവര് തകർത്ത സ്ഥലത്ത് നിന്നും UDF കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി
നമ്മുടെ കേരളത്തെ നമ്മൾ മാറ്റും. വരാനിരിക്കുന്ന തലമുറയ്ക്ക് കൂടി കേരളത്തിൽ ജീവിക്കാൻ, പുറത്തേക്ക് കൂടി പോകാതെ കേരളത്തിൽ ജീവിക്കാനുള്ള സാമൂഹ്യ അന്തരീക്ഷവും സാമ്പത്തിക അന്തരീക്ഷവും UDF നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഇത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ്, കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നത്. കേരളം ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി മാറ്റിത്തരുമെന്നുള്ള വാക്കാണ് UDFന് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്. KPCC പ്രസിഡന്റ് പദവിയിലേക്ക് അവസാന നിമിഷം വരെ സതീശനെ പരിഗണിച്ചിരുന്നു. എന്നാൽ അതും തട്ടിമറിക്കപ്പെട്ടു. അണികൾക്കിടയിലും അനുഭാവികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഉന്മേഷം വിതറുന്ന പ്രവർത്തന ശൈലിയാണ് സതീശൻ എപ്പോഴും പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ യുവാക്കളെ ഒപ്പം നിർത്തുന്ന സതീശന്റെ നീക്കം തന്നെയാണ് ഇപ്പോൾ UDFന് മുൻതൂക്കം നൽകുന്നതും. കേരളത്തിലെ ഒരു പ്രമുഖ സമുദായ നേതാവ് ചത്ത കുതിരയെന്നാണ് കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ കോൺഗ്രസ് ഇപ്പോൾ പടക്കുതിരയാണ് എന്ന് സതീശൻ പറയുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലുമൊക്കെ ആവർത്തിച്ച വിജയം ഇനി നിയമസഭയിലും നിങ്ങൾക്ക് കാണാം. ഇതാണ് സതീശന്റെ വാഗ്ദാനം, ഇതാണ് നിലപാട്. വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിടുമ്പോൾ സതീശന്റെ വാഗ്ദാനം വ്യക്തമാണ്, നിലപാടും വ്യക്തമാണ്. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് UDFൽ വിശ്വാസമുണ്ട്. അവർക്ക് കോൺഗ്രസ് എന്താണെന്ന് വ്യക്തമായി അറിയാം. ഇലക്ഷൻ മാനേജ്മെന്റിൽ ഇന്ന് VD സതീശനെ മറികടക്കാൻ ഒരൊറ്റ നേതാവ് ഇടതുപക്ഷ മുന്നണിയിലോ വലതുപക്ഷ മുന്നണിയിലോ ഇല്ല എന്നതാണ് വാസ്തവം. നേരത്തെ പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ മാസ്റ്റർ ശില്പിയായി മാറിയത് VD സതീശൻ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ സതീശന്റെ ഒരു മാസ് പ്രഖ്യാപനം. ഭരണവിരുദ്ധ വികാരം എന്ത് എന്ന് നിങ്ങൾക്ക് തൃക്കാക്കരയിൽ കാണാം. അന്ന് ഭരണവിരുദ്ധ വികാരം അത്ര രൂക്ഷമായിരുന്നില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെ വലിയ പടയും തൃക്കാക്കരയിൽ തമ്പടിച്ചു. എന്നിട്ടും സതീശന്റെ പിള്ളേരോട് ഏറ്റുമുട്ടാൻ പിണറായി വിജയൻ അന്ന് കഴിഞ്ഞില്ല. പിന്നീട് പാലക്കാട് സതീശനെത്തുമ്പോൾ കാര്യങ്ങൾ ഏറെ കടുപ്പമുള്ളതായി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് അവതരിപ്പിക്കുമ്പോൾ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വലിയ എതിർപ്പ്. എന്നാൽ സതീശൻ പറഞ്ഞു, കേറുപാട മക്കളെ. പാലക്കാട് മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു ഈസി വാക്ക് ഓവർ അല്ല എന്ന് സതീശൻ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെ ഒപ്പം നിർത്തി കട്ടയ്ക്കുള്ള കളി. BJPക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട്. പഠിച്ച പണി 18 എടുക്കണമെന്ന് പാർട്ടി പ്രവർത്തകരോട് സതീശന്റെ ഉപദേശം. പിന്നീട് നീലപ്പെട്ടി ഉൾപ്പെടെ നിരവധി വിവാദങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പെട്ടപ്പോഴും സതീശൻ കട്ടയ്ക്ക് തന്നെ നിന്നു. ഏറ്റവും ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടം. PV അൻവറിനെ ആദ്യഘട്ടത്തിൽ പടിക്ക് പുറത്തു നിർത്തിയത് സതീശന്റെ നിലപാട്. സതീശനെ തെറിപറഞ്ഞുകൊണ്ട് PV അൻവർ കളത്തിലിറങ്ങിയപ്പോഴും സതീശൻ കുലുങ്ങിയില്ല. ഒടുവിൽ അതേ അൻവറെ തന്റെ മുട്ടുകാലിലെത്തിച്ച സതീശന്റെ ബിരുദ്. M സ്വരാജിനെ വിജയിപ്പിക്കാൻ അന്ന് ഭരണകൂടം മൊത്തത്തിലിറങ്ങിയ കാഴ്ചയായിരുന്നു നമ്മൾ നിലമ്പൂരിൽ കണ്ടത്. എന്നാൽ നിലമ്പൂരിലെ കോൺഗ്രസ് വിജയം സതീശന്റെ വിജയമാണ് എന്ന് യൂത്ത് കോൺഗ്രസ് സമൂഹ മാധ്യമങ്ങളിൽ എഴുതി. കോൺഗ്രസിനും UDFനുമൊന്നും പലപ്പോഴും ഇലക്ഷൻ മാനേജ്മെന്റിന്റെ ABCD അറിയില്ല. അവിടെയാണ് VD സതീശൻ എന്ന ഇലക്ഷൻ മാനേജ്മെന്റ് വിദഗ്ധന്റെ കളി. സമുദായ നേതാക്കളെ ചാരിയും പ്രീഡിപ്പിച്ചുമൊക്കെ വോട്ട് തിണ്ടുന്ന ചില നേതാക്കളെ മുൻനിർത്തി പരിശോധിക്കുമ്പോൾ സതീശന്റേത് തൻ്റെ ഇടമുള്ള നട്ടലിലുള്ള കാഴ്ചപ്പാടുള്ള നീക്കങ്ങളാണ്. ഒടുവിൽ സമുദായ നേതാക്കൾ കോൺഗ്രസിന് പിന്നാലെ വരുമെന്ന് ഈ സംഘടനാ ശക്തി തിരിച്ചറിയുന്ന നേതാവിനറിയാം. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ ഓടുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അപവാദമായി സതീശന്റെ ശൈലി. പൊതുജനം വോട്ട് ചെയ്യുന്നത് സമുദായ നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ചല്ല എന്ന് സതീശൻ പച്ചയ്ക്ക് പറഞ്ഞു. സമുദായ നേതാക്കളെ ആശ്രയിച്ച് ജീവിക്കാമെന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന സതീശന്റെ നിലപാട്. ഒടുവിൽ അതുകൊണ്ട് തന്നെ സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ളവർ സമദൂരത്തിലെത്തി നിൽക്കുന്നു. മതേതര മുഖമാണ് കോൺഗ്രസിന് വേണ്ടത്. ഒരു സമുദായത്തിന് മുന്നിൽ മുട്ടുവളക്കരുത്. സതീശന്റെ ഈ പോളിസി പിന്നീട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം നെഞ്ചേറ്റി. പാർട്ടിയെ അധികാരത്തിലെത്തിക്കുക എന്ന ഹെവി ടാസ്ക്കാണ് തന്റെ മുന്നിലുള്ളത് എന്ന് പലപ്പോഴും സതീശൻ പ്രവർത്തകരോട് പറയും. രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഗോഡ്ഫാദർമാരില്ല VD സതീശന്. 5 വർഷം തുടർച്ചയായി പറവൂർ മണ്ഡലത്തിൽ വിജയിച്ച VD സതീശന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തൻ്റെ വളർച്ചയുടെ പടവുകൾ പിന്നിട്ടത് സ്വപ്രയത്നത്താൽ. സാധാരണ നേതാക്കൾക്കില്ലാത്ത പരന്ന വായന, കലയോടും സാഹിത്യത്തോടും ചരിത്രത്തോടുമുള്ള അഭിനിവേശം, ആത്മീയതയുൾപ്പെടെ ഏതു വിഷയങ്ങളിലും വേണ്ടത്ര അറിവ്, മികച്ച പ്രാസംഗികൻ എന്ന ലേബലാണ് പലപ്പോഴും VD സതീശൻ അലങ്കാരമാവുക. നിയമസഭയിൽ മികച്ച നിയമസഭാംഗം, എതിരാളിയെ വെള്ളം കുടിപ്പിക്കുന്ന മാസ്മരികത,
മുമ്പൊരിക്കൽ സംവാദത്തിന് നേർക്കുനേർ വെല്ലുവിളിച്ച അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെ മുട്ടുകാലിൽ ഇഴച്ച ഏറ്റവും പ്രതിഭാശാലി. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുമെന്ന് നെഞ്ചുറപ്പോടെ പറയുന്ന സതീശൻ തന്നെയാണ് ഒടുവിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വിസ്മയമാകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFിനും തോൽവി സംഭവിച്ചാൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് സതീശൻ നെഞ്ചുറപ്പോടെ പറയുന്നു. തന്റേടവും നിലപാടുമുള്ള സതീശനെ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ നെഞ്ചേറ്റുന്നുവെന്നാണ് UDFിന്റെ വിശ്വാസം. അവർ തന്നെയാണ് VD സതീശനെ മുൻനിർത്തിയുള്ള ഈ തെരഞ്ഞെടുപ്പ് യുദ്ധം മുന്നോട്ട് നയിക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.